അതിനു മുമ്പ് പ്രസാദം അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കണം. സർ വരൂ. സാർ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. പ്രസാദം നല്ല സ്വാദുണ്ട് പാർവതി. ചന്ദ്രഭഗവാന് നിവേദിച്ച പ്രസാദമല്ലേ ഇത്? ഭഗവാൻ അർപ്പിക്കുന്ന പ്രസാദം ഭഗവാൻ കഴിക്കുമെന്നാണല്ലോ വിശ്വാസം. ഭഗവാൻ ഇത് കഴിച്ചതുകൊണ്ടാവും ഇതിന് ഇത്രയും സ്വാദ്. അതായിരിക്കാം, പക്ഷേ അത് മാത്രമല്ല സ്വാദിന്റെ കാരണം. പിന്നെന്താ? ഇതില് എന്റെ ഭവതിയുടെ കൈപുണ്യം കൂടിയുണ്ട്. പ്രസാദത്തിന് സ്വാദ് കൂടാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല സർ. ചന്ദ്രഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രസാദം ഞാൻ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. പാർവതി, പ്രസാദത്തിന്റെ രുചി കാരണം ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഒടുവില് ഇത് തീർന്നു പോവും. പാർവതി ഇതിൽ നിന്നും ലേശം പോലും കഴിച്ചില്ലല്ലോ. വിശാൽ സാർ കഴിക്കും, അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം. ഞാൻ ഒത്തിരി കഴിച്ചില്ലേ പാർവതി, ഇനി പാർവതി കഴിക്ക. സാർ കുറച്ചുകൂടി കഴിക്കേ. കഴിച്ചാ പിന്നെ അധിക നേരം രണ്ടും ഉണർന്നിരിക്കില്ലല്ലോ. അത്രയ്ക്ക് എഫക്റ്റുള്ള ഉറക്ക ഗുളികയാ ഞാനതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ ജോലികൾ നടത്താൻ. വിശാൽ സാർ, ഞാനും കഴിച്ചു തീർന്നു. സന്തോഷം. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഏയ്, താനിവിടെ ഇരിക്ക. നമുക്കേ കുറച്ചു നേരം കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം. അയ്യോ, ഇപ്പൊ തന്നെ ഒത്തിരി നേരമായി. ദേ, കൃത്യസമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ വിശാൽ സാർ ക്ഷീണിക്കും. അതുകൊണ്ട് കിടന്നുറങ്ങ. പാർവതി, ഇത്തിരി നേരം ഇവിടെ ഇരിക്ക. നടക്കില്ല. ദേ, ഞാൻ പോവാ, എനിക്ക് ഉറങ്ങണം. രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ?
സാറ് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക്. ആ എന്നാലേ എനിക്കൊരു താരാട്ട് പാടുത്താ ഞാൻ ഉറങ്ങാം. അയ്യടാ കൊള്ളാലോ. ഞാനിപ്പോ താരാട്ട് പാടിയല്ലേ ആൾക്കാർ ഇവിടെ ഓടിക്കൂടും. അതെ, ഉച്ചത്തിൽ പാടാൻ ആരും പറഞ്ഞു? പതുക്കെ ചെറിയ ശബ്ദത്തിൽ എനിക്ക് കേൾക്കാൻ വേണ്ടി പാടിയാ മതി. അതൊക്കെ നമ്മുടെ ആദ്യ രാത്രി കഴിഞ്ഞു. ഇപ്പോ സാറ് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്കി. ഉറങ്ങിക്കേ. എണീറ്റേ വാ എനിക്ക്. വിശാൽ സാർ കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രതാപ, നീ ആ സൈഡിൽ പോയി നോക്ക്. ഞാൻ ഇവിടെ നോക്കാം. ഇവിടെ കാര്യമില്ല. പ്രതാപ, നീ ശേഖര മേനോന്റെ നമ്പറിലോട്ടൊന്ന് വിളിച്ചേ. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ബെല്ലടിക്കുമല്ലോ. ശരി. ചേച്ചി, അവിടെ ഇവിടെ ബെല്ലടിക്കുന്നുണ്ട്. വാ നോക്കാം. ഇവിടെ എവിടെയോ ആണല്ലോ ബെല്ലിന്റെ ശബ്ദം കേട്ടത്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. വേണ്ട, ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയല്ലോ. അപ്പൊ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അവൻ അവൻ മുങ്ങിയെന്നാ തോന്നുന്നത്. വിശാൽ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇവളെന്തിനാ വീട് വരുന്നേ? ഇന്നെന്റെ പ്ലാൻ പൊളിയോ? പോയിട്ട് പിന്നെ വരാം. എന്താ കാര്യം പറ. ഇങ്ങോട്ട് വന്നേ. എന്താ പല്ലവി, എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? ഇനിയെങ്കിലും നീ കാര്യം പറയും. എന്തിനാ ചിരാത്? ആദ്യം സാറി ചിരാത് കത്തിക്ക്. നീ കാര്യം പറയ്. എന്തിനാന്നറിയാതെ ഞാൻ എങ്ങനെ ഇത് കത്തിക്കുന്നത്? വിപിൻ സാറേ, ഇന്ന് പൗർണമിയാണ്. പൗർണമി ദിവസം ദീപം തെളിയിച്ച് ചന്ദ്രപൂജ ചെയ്താണ്ടല്ലോ ആഗ്രഹിച്ച കാര്യം നടക്കുന്ന വിശ്വാസം. സാറി ചിരാതൊന്ന് കത്തിച്ചേ. ഞാൻ കത്തിക്കുന്നു. സാർ കത്തിക്കണം. കത്തിക്ക്.
ചന്ദ്രഭഗവാനെ, ഞങ്ങളുടെ 2 പേരുടെ ആഗ്രഹം സാധിച്ചു തന്നേക്കണേ. ഞങ്ങളുടെ ആഗ്രഹം, നിന്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കും. എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇതൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇവിടെ ഞാനൊന്നും നീയൊന്നും ഇല്ല. നമ്മുടെ ആഗ്രഹം ചന്ദ്രഭഗവാനോട് നമ്മുടെ ആഗ്രഹം പറയേണ്ടത്. നമുക്ക് 2 പേർക്കും ഒരുപോലെയുള്ള ആഗ്രഹം. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലുള്ള ആഗ്രഹം. അതെന്താ? നമ്മുടെ കല്യാണം. ഇനിയും നിന്റെ അടുത്ത് സംസാരിച്ചെന്നാലേ ശരിയാവില്ല. പറഞ്ഞു തന്നെ നീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് അത് ബോറടിക്കും. ഇനിയെങ്കിലും നീ ട്രാക്ക് മാറ്റി പിടിക്കും. വിപിൻ സാറേ പോവല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ. തനിയെ നിന്നാ കത്തിച്ചാ മതി. സാറേ ഒന്ന് പറഞ്ഞോട്ടെ. സാറേ ഈ തൈരെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. ഇത് പ്രസാദാ. വിശാൽ ഇപ്പോൾ ഉറങ്ങിക്കാണും. ഇനി എന്ത് പ്ലാൻ എനിക്ക് നടപ്പിലാക്കാം? ദൈവമോ, ഇന്ന് വരുമോ? കൊലസിന്റെ ശബ്ദമാണല്ലോ. ഇതെവിടുന്ന? വിശാലെ, മോനെ, എന്നെ കാണാനുള്ള നിന്റെ ആഗ്രഹവും കാണാത്തതിലുള്ള നിന്റെ സങ്കടവും ഞാൻ അറിയുന്നുണ്ട് മോനെ. നിന്റെ ആ സങ്കടം ഒരു ദിവസം പരിഹരിക്കപ്പെടും. ഞാനും നീയും തമ്മിൽ കാണും മോനെ. ഇപ്പോ നിനക്കെന്നെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ നിന്നെ എപ്പോഴും കാണുന്നുണ്ട് മോനെ. പാർവതി നിനക്ക്
താരാട്ട് പാട്ട് പാടി തന്നില്ല അല്ലേ? സാരമില്ല, ഞാൻ പാടിത്തരാം. ഉം? അയ്യോ, ഇത് ദേവമ്മയല്ലേ താരാട്ട് പാടുന്നേ? അപ്പോ ദേവമ്മ വിശാൽ സാറിന്റെ മുറിയിലുണ്ടാവും. പറഞ്ഞ പോലെ തന്നെ ദേവമ്മ പൗർണമിക്ക് തന്നെ എത്തിയല്ലോ. അവിടെ പോയി ദേവമ്മ ഒന്ന് കണ്ടാലോ? അല്ലെങ്കിൽ വേണ്ട, അമ്മയും മകനും തമ്മിൽ സംസാരിക്കുന്നതിനിടയില് ഞാനൊരു തടസ്സമാവണ്ട. എന്റെ ദേവി, വിശാൽ സർ, അയ്യോ, ജാസ്മിൻ. ഏയ് ജാസ്മിൻ, അയ്യോ വിശാൽ സർ, ജാസ്മിൻ, 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 എന്താ പറ്റിയേ? ജാസ്മിൻ കണ്ണു തുറക്ക്. ജാസ്മിൻ, എഴുന്നേക്ക്. പാർവതി ഒന്ന് പിടിച്ചേ. ഓ, അതൊക്കെ ഞാനിതെവിടെയാ? നീ ഇവിടെ തന്നെയാണ് ജാസ്മിൻ, നമ്മുടെ വീട്ടില്. അല്ല, എനിക്കെന്താ പറ്റിയേ? ആ, അത് തന്നെയാ ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നിനക്ക് എന്താ പറ്റിയത്? ഞങ്ങൾ വരുമ്പോ നീ ഇവിടെ ബോധം കെട്ട് കിടക്കായിരുന്നു. അല്ല, മുറിയിൽ ഉറങ്ങാൻ കിടന്ന് നീ ഇങ്ങനെ ഇവിടെ വന്നേ? ഞാൻ എന്താ ജാസ്മിൻ, നീ എന്ത് കണ്ടാ പേടിച്ചത്? പേടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാ. നീ പേടിക്കാതെ കാര്യം പറ, എന്തു പറ്റി? എന്താ ജാസ്മിൻ, കാര്യം പറയൂ. ഇപ്പൊ ഇവിടെ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഞാനും ദേ വിശാൽ സാറും ഇപ്പൊ ഇവിടെ ഇല്ലേ നിന്റെ കൂടെ? നീ കാര്യം എന്താ വെച്ചാ പറയൂ. ഞാൻ പ്രേതത്തെ കണ്ടു. പ്രേതം? പ്രേതം? എന്ത് പ്രേതം? ആരുടെ പ്രേതം?
ഞാൻ കണ്ടത് ജയയുടെ പ്രേതാണെന്ന് തോന്നുന്നു. ഇവള് രാത്രി ഇറങ്ങി നടന്ന് എന്തുകൊണ്ട് പേടിച്ചതാ? അത് ജയയുടെ പ്രേതമാണെന്ന് ഇവൾക്ക് തോന്നി. പാർവതി, നീ ഇവളെ നിന്റെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി ഉദയനൂർ അമ്മയുടെ കുങ്കുമം ഇവളുടെ നെറ്റി തൊട്ടു കൊടുക്ക. ജാസ്മിൻ, അമ്മയുടെ പ്രസാദം നെറ്റിയിൽ അണിഞ്ഞ നിന്റെ ഈ പേടിയൊക്കെ മാറിക്കോളും. ഏ ഇല്ല, ഞാൻ എന്റെ മുറി തന്നെ ഉറങ്ങിക്കോളാം. വേണ്ട, വിശാൽ സാർ പറഞ്ഞതുപോലെ ജാസ്മിൻ ഇന്ന് എന്റെ ഒപ്പം കിടന്നാ മതി. വരൂ ജാസ്മിൻ, വാ മുറിയിൽ പോവാം.